BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല എല്ലാതരം പൊളിറ്റിക്കൽ പാർട്ടിയും കണക്കിന് അവരുടെ കൊള്ളരുതായ്മകളെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു സിനിമയാണ്. ആശയം കൊണ്ട് എതിർക്കണമെന്നൊക്കെ പറയുകയും എതിർക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും നേതാക്കന്മാരുടെ കയ്യിലെ തുടലിട്ട നായ്ക്കളെ പോലെ കുരയ്ക്കുന്നതിൽ അർത്ഥമില്ല. L3 നല്ല ബേസ് ഇട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. മൂന്നാം ഭാഗം വരെയല്ലേ കൊള്ളാം കൊല്ലപ്പെടാം. നല്ല പടം, സൂപ്പർ. ലൂസിഫർ പോലെ ഒരു ഇത് വന്നില്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഡേ നല്ല സിനിമയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. പൃഥ്വിരാജും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് കമ്പയറിങ് ടു ലൂസിഫർ കുറച്ചുകൂടെ ഒരു പീസ് ലൈക്ക് താന്നു എന്നല്ല, ലൈക്ക് ഒരു കാം മൂവിയാണ്. അപ്പം L3 നല്ല ബേസ് ഇട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഓൾ ഗുഡ്. നല്ല സിനിമയായിരുന്നു. കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ല പടം. നല്ല സിനിമ, അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല സിനിമ, സൂപ്പറായി. മൂന്നാം ഭാഗം വരെയല്ലേ കൊള്ളാം കൊല്ലപ്പെടാം. അടിപൊളി, നല്ല പടം, അടിപൊളിയായിരുന്നു. എമ്പുരാൻ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ സംഭവം വേറൊന്നുമല്ല, നമ്മളൊക്കെ മറന്നുപോയ ചില രാഷ്ട്രീയ വിഷയങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൂടെ ആദ്യം എൻ്റെ ശ്രദ്ധ പോയില്ല, പിന്നീടാണ് മനസ്സിലായത് ഈ ഗോത്ര കൂട്ടക്കൊലയും സംഘപരിവാര രാഷ്ട്രീയവും. ഇപ്പം BJP എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല എല്ലാതരം പൊളിറ്റിക്കൽ പാർട്ടിയും കണക്കിന് അവരുടെ കൊള്ളരുതായ്മകളെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു സിനിമയാണ്. അത് ലാലേട്ടനിലൂടെ അത് പുറത്തു കൊണ്ടുവന്ന് ഒരു സിനിമ എന്ന നിലയിൽ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ അവതരണവും മേക്കിങ്ങും എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. അവിടെ നായകനാണോ നായികയ്ക്കാണോ പ്രാധാന്യം എന്നുള്ളതല്ല. ഇവിടെ ഈ സിനിമ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, എമ്പുരാനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരൻ്റെ പൊളിറ്റിക്സാണ്. അതിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്ന ഒരു സിനിമയാണ്. അല്ല, പാർട്ടിയിൽ തന്നെ പലരും പറയുന്നു സിനിമയെ കാണണമെന്ന്. പക്ഷേ അവർ ഇതിനെതിരെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. വളരെ കൊട്ടിഘോഷിച്ച് ആശയം കൊണ്ട് എതിർക്കണമെന്നൊക്കെ പറയുകയും എതിർക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അവരുടെ നേതാക്കന്മാരുടെ കയ്യിലെ തുടലിട്ട നായ്ക്കളെ പോലെ കുരയ്ക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആശയം കൊണ്ട് തന്നെ എതിർക്കണം, മനസ്സിലായില്ലേ? ഇപ്പം മാധ്യമങ്ങൾക്ക് പോലും പറ്റാത്ത കാര്യം ഈ സിനിമയിലൂടെ മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുള്ള വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന ഡയറക്ടർ അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ. കാരണം ഇത് കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഇത് കണ്ട് ഇത് ചർച്ചയാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് കാര്യങ്ങൾ കുറേ കൂടി മനസ്സിലാവാനുണ്ട്. നന്മയുടെ പൊളിറ്റിക്സ് ഇന്ത്യയിലോട്ട് വരണം, ജനാധിപത്യപരമായ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിലോട്ട് വരണം. ഇനി അത് ബാധിക്കില്ല. ഓൾറെഡി ഇതിനൊരു പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞു. പോസിറ്റീവായിട്ട് ഇതിനെ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വർഷം തിയേറ്ററിൽ ഓടാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത് ആദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും പിന്നീട് അത് കാണുമ്പോൾ അതിൻ്റെ കാമ്പ് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും കാണാൻ തോന്നും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തവണ കണ്ടെങ്കിലും എനിക്ക് വീണ്ടും കാണണമെന്നുള്ള ഇപ്പോൾ തോന്നുന്നുണ്ട്. ആദ്യം ഒരു ലാലേട്ടൻ മാജിക്ക് പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ ലാലേട്ടൻ മാജിക് ഉണ്ട്. പക്ഷേ ലാലേട്ടൻ എന്നുള്ള മഹാപ്രതിഭയിലൂടെ തന്നെയാണ് ഈ സിനിമയിലെ ഈ വിഷയങ്ങൾ, പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ച് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ ഒരു സിനിമയിൽ ഇങ്ങനെ വന്നിട്ടില്ല.